ഹായ്. എടേ നമ്മൾ ഇന്ന് കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. എല്ലാം സീരിയസ് തന്നെയാണ്, എങ്കിലും കുറച്ചുകൂടെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് പറയുന്നത്. അതാണ് ഡെലൂഷണൽ ഡിസോർഡർ എന്ന് പറയുന്നത്. ഡെലൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് സംശയരോഗം എന്നത് മാത്രമാണ്. പക്ഷെ അതിനും അപ്പുറം ഒരു ഫോൾസ് അൺഷേക്കബിൾ ബിലീഫ് എന്നാണ് ഡെലൂഷനെ പറയുന്നത്. നമ്മളിനി എത്ര തിരുത്താൻ ശ്രമിച്ചാലും മാറ്റാൻ സാധിക്കാത്ത ഒരു വിശ്വാസം, അത് ഒരിക്കലും ശരിയല്ലാത്ത ഫോൾസ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിലീഫിനെയാണ് നമ്മൾ ഡെലൂഷൻ എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു ഇൻഡിവിജ്വലിൻ്റെ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസോ അവരുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടോ അനുസരിച്ചായിരിക്കില്ല ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കുമോ, ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരൊക്കെ ആണോ ഇങ്ങനെ ഈ സംശയരോഗം അല്ലെങ്കിൽ ഇത്രയും മോശമായ ചിന്താഗതിയൊക്കെ ഉള്ളതെന്ന്. ഒരിക്കലും അവരുടെ ഒരു എഡ്യൂക്കേഷനോ അവരുടെ ആ ഒരു ജീവിത രീതികളോ ജീവിക്കുന്ന സാഹചര്യമോ ഒന്നും അവരുടെ ആ ഒരു തോട്ടിനെ ബാധിക്കാറില്ല. അവർ വളരെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ അവർ ചിന്തിക്കുമെങ്കിലും ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള വ്യക്തികൾ വരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവരുടെ ഈ ഒരു ഡെലൂഷൻ പോകാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ പഠിച്ച കാര്യം തന്നെ, നമുക്കറിയാവുന്ന കാര്യം തന്നെ ഒന്ന് പറയാം. ഡെലൂഷണൽ ഡിസോർഡറിലെ ആദ്യത്തേതാണ് ഡെലൂഷൻ ഓഫ് ഇൻഫെഡിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയെ സംശയം, ഇതാണ് നമ്മൾ കൂടുതലും സംശയരോഗമായിട്ട് കാണുന്നത്. ചില കണ്ടീഷനിൽ ഭർത്താവ് പുറത്തു പോകുമ്പോൾ ഭാര്യയെ വീടിനകത്തിട്ട് പൂട്ടിയിട്ട് പോകുന്ന കണ്ടീഷൻ വരെ ഉണ്ട്. അപ്പോൾ ചില ജോലിയൊക്കെ ചെയ്യുന്ന ഭാര്യമാരാണെങ്കിൽ ഭർത്താവിന് ഒരു ടെൻഡൻസി ഉണ്ടാവും അവിടെയുള്ള ഏതെങ്കിലും ഒരാളുമായിട്ട് ഇവർ ഒരുമിച്ച് ചേർന്ന് അസ്വാഭാവികമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് വരുത്തി തീർക്കാനൊക്കെയുള്ളൊരു ശ്രമം ഉണ്ടാകും. ഇപ്പോൾ അവർ ഒരു വ്യക്തിയെ സ്ഥിരമായിട്ട് പറയുകയല്ല, ഒരു വ്യക്തി ചിലപ്പോൾ ഇപ്പോൾ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ ചിലർ ട്രാൻസ്ഫർ ആയി പോവുകയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു ക്ലോസ് കോണ്ടാക്റ്റ് വരുന്ന സിറ്റുവേഷൻ ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ മറ്റൊരു വ്യക്തിയുമായിട്ട് ഇവരിതിനെ ചേർത്ത് പറയുന്നതിലായിരിക്കും ഈ ഒരു പാർട്ട്ണർ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത്. എപ്പോഴും ലൈഫ് പാർട്ട്ണറെ വേറൊരാളുമായിട്ട് ചേർത്ത് സംസാരിക്കുന്നതിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ വളരെ സിവിയർ ആയിട്ടുള്ളൊരു കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ പാർട്ട്ണർ പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് ഇവരുടെ ഡ്രസ്സൊക്കെ പരിശോധിക്കുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ ചിലപ്പം ഹസ്ബൻഡിനാണ് ഈ ഒരു രോഗമുള്ളതെങ്കിൽ വൈഫ് പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് ഹസ്ബൻഡ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സ് എടുത്ത് മണപ്പിച്ച് നോക്കുക, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ, ഈവൻ അണ്ടർ ഗാർമെൻറ്റ്സ് വരെ പരിശോധിക്കാനുള്ളൊരു ടെൻഡൻസി ഇവർക്കുണ്ടാകും. ഇനി മറ്റൊരെണ്ണമാണ് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് തന്നെ എപ്പോഴും മറ്റാരെങ്കിലും ഉപദ്രവിക്കുമെന്നുള്ള ഭയം, അല്ലെങ്കിൽ തനിക്കോ തൻ്റെ കുടുംബത്തിനോ നാശം വരുത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു തോന്നലാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും അയ്യോ എനിക്കെതിരെ കൂടപാത്രം ചെയ്യും, എൻ്റെ ബുദ്ധിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെന്തെങ്കിലും പൂജ ചെയ്യും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും മോശമായിട്ട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും, കൂടാത്രം ചെയ്യും, മുട്ടയിൽ കൂടാത്രം ചെയ്യും, പൂച്ചത്തലയിൽ കൂടാത്രം ചെയ്യും, ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നത് ഈ ഒരു ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷനുള്ള ആൾക്കാരാണ്. അവരെ മാത്രമല്ല അവരുടെ ചുറ്റും നിൽക്കുന്നവരിൽ കൂടി നാശം വിതയ്ക്കും എന്ന് ഭയക്കും, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഇല്ലാതാക്കാൻ വേണ്ടി എന്തോ ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ ജോലിയെ ഇല്ലാതാക്കാൻ, എനിക്ക് ജോലി നഷ്ടപ്പെടാൻ വേണ്ടി മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള തോന്നലൊക്കെ ഈ ഒരു ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷനുള്ള ആൾക്കാരിൽ സ്ഥിരമായി കാണാറുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു വ്യക്തികളുമായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ഇവരൊരു ഐസൊലേറ്റഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിൽ എൻ്റെ പെർഫോമൻസ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യാതിരിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ളൊരു തോന്നൽ ഇവിടെ ഉണ്ടാവുകയും അവിടെ ഒരു നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ മറ്റൊരു ഡെലൂഷനാണ് ഡെലൂഷൻ ഓഫ് റെഫറൻസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ആ ഒരു വ്യക്തിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും രണ്ട് വ്യക്തികൾ സംസാരിക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ അത് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ പരിഹസിച്ചാണ് അവർ ചിരിക്കുന്നത് എന്നുള്ള തോന്നലാണ്. ആരെങ്കിലും രണ്ടുപേര് സംസാരിക്കും, ചിലപ്പോൾ ഫാമിലിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ആരെങ്കിലും രണ്ടുപേര് തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് തോന്നലോ എന്നെപ്പറ്റിയാണ് അവർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്നെപ്പറ്റിയാണ് രഹസ്യം പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് എതിരെയാണ് അവർ ചർച്ച ചെയ്ത് എനിക്കെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചർച്ച ചെയ്യുന്നത്, ഇങ്ങനെയുള്ള തോന്നൽ ഇവർക്കുണ്ടാകുന്നു. ഇനി മറ്റൊരു തരം ഡെലൂഷനാണ് ഡെലൂഷൻ ഓഫ് ഗ്രാൻഡ്യൂസിറ്റി എന്ന് പറയുന്നത്. ഡെലൂഷൻ ഓഫ് ഗ്രാൻഡ്യൂർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് തനിക്കെന്തോ ഒരു സൂപ്പർ പവറുണ്ട്,
എന്ന് വിശ്വസിക്കുന്നതാണ് ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരോട് പറയും, ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആളാണ്, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കും, എനിക്കൊരു എന്താണ് ദൈവവുമായിട്ട് ഞാൻ കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ എനിക്കെന്തോ ഒരു സൂപ്പർ പവർ ഉണ്ട്, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും, നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല, ഞാൻ വിചാരിച്ചാൽ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കും, ഞാൻ വിചാരിക്കുന്നതെല്ലാം സാധിക്കാൻ എനിക്ക് പറ്റും എന്നൊക്കെയുള്ളൊരു തോന്നൽ, മറ്റുള്ളവരെക്കാൾ താനൊരു സുപ്പീരിയർ ആണെന്നുള്ളൊരു തോന്നലാണ് ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയർ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കണ്ടീഷനുണ്ട്, സൊമാറ്റിക് ഡെലൂഷൻ എന്ന് പറയും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗവുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഡെലൂഷൻ നിലനിൽക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ആൾക്കാർ പറയും, എൻ്റെ ഹാർട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, അത് ബീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു കിഡ്നി വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു കിഡ്നി ഇല്ല, അതെനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയും. അപ്പോൾ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട തരത്തിലുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിശ്വാസത്തിനെയാണ് നമ്മൾ സൊമാറ്റിക് ഡെലൂഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു ഡെലൂഷനുണ്ട്, ഹൈപ്പോകോൺട്രിയാക് ഡെലൂഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്ക് എന്തോ മാരകമായ രോഗമുണ്ടെന്ന് ഇവർ അങ്ങ് വിശ്വസിക്കും. അതിന് എത്ര ടെസ്റ്റുകൾ, നമ്മളിപ്പോൾ ചിലർ പറയും എനിക്ക് HIV ഞാൻ പോസിറ്റീവാണ് എന്നങ്ങ് ദൃഢമായിട്ട് ഇവർ പറയും. അവർ ഓരോ കാര്യകാരണ സഹിതം വെച്ചിട്ട് പറയും, അല്ലെങ്കിൽ എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് ഇനി നമ്മൾ എത്ര ടെസ്റ്റുകൾ നടത്തിയിട്ട് അതില്ല എന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാലും അവരത് വിശ്വസിക്കണമെന്നില്ല. അപ്പോൾ ആ രോഗം ഉള്ളതായിട്ട് അവർ ഉറച്ചങ്ങ് വിശ്വസിക്കുന്നതാണ് ഹൈപ്പോകോൺട്രിയാക്കൽ ഡെലൂഷൻ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കണ്ടീഷനാണ് ഡെലൂഷൻ ഓഫ് നിഹിലിസം അല്ലെങ്കിൽ നിഹിലിസ്റ്റിക് ഡെലൂഷൻ എന്ന് പറയുന്നത്. ഈ നിഹിലിസ്റ്റിക് ഡെലൂഷനിൽ ആ ഒരു വ്യക്തി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം ഒരു മായയാണെന്നൊക്കെ പറയും. ഇപ്പം നമ്മൾ ഈ കാണുന്നതൊന്നും സത്യമല്ല, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിലനിൽക്കുന്നില്ല, ഇത് എൻ്റെ ആത്മാവാണ്, അല്ലെങ്കിൽ വേറെ മറ്റേതെങ്കിലും ഒരു വ്യക്തി അവരില്ല, അവരെ കാണുന്നത് പോലെ നമുക്ക് തോന്നുകയാണ് എന്നൊക്കെ അവരൊരു ഫാൻറ്റസി വേൾഡിൽ എന്ന പോലെ സംസാരിക്കാൻ തുടങ്ങും. ഒന്നും നിലനിൽക്കുന്നില്ല, ഇതെല്ലാം ഒരു മായയാണെന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോമണായിട്ട് കേൾക്കുന്ന കാര്യങ്ങളായിരിക്കും. ചില ആൾക്കാർ പറയും, ഓ ഇതെല്ലാം മായയാണ്, ഇതൊന്നും സത്യമല്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് നിഹിലിസ്റ്റിക് ഡെലൂഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു തരം ഡെലൂഷനുണ്ട്, അതിന് നമ്മൾ ഇറോട്ടോമാനിയ എന്നാണ് പറയുന്നത്. അതൊരു വളരെ വിചിത്രമായൊരു ഡെലൂഷനാണ് ഇറോട്ടോമാനിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് കൂടുതൽ സ്ത്രീകൾക്കാണിത് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്ത്രീകൾ പറയും, നമ്മളെ ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ട്രേഞ്ച് പേഴ്സണെ വെച്ചിട്ട് ഇവർ ഒരു ഇമാജിനേഷൻ നടത്തുകയാണ്. ആ വ്യക്തിയുമായിട്ട് ഞാനൊരു റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ ആ വ്യക്തി മെയിനായിട്ട് ഇത് കൂടുതലും സ്ത്രീകൾ പറയുന്നത് ഏതെങ്കിലും ഒരു പോപ്പുലർ ആയിട്ടുള്ള ആക്ടറിനെയൊക്കെ ചേർത്തിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ ഇന്ന വ്യക്തിയും ഞാൻ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള അടുപ്പമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം വിവാഹം ചെയ്യാതെ നിൽക്കുന്നത് ഇന്ന കാരണങ്ങൾ, ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടാണ് അദ്ദേഹം വിവാഹം ചെയ്യാതെ നിൽക്കുന്നത്, അദ്ദേഹം ഇപ്പോൾ ഇന്ന സ്ഥലത്തുണ്ട്. ശരിക്കും നമ്മളത് കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കും. അപ്പോൾ ഞാനൊരു കേസ് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് ഒരു പോപ്പുലറായിട്ടുള്ളൊരു ആക്ടറുടെ പേര് വെച്ചിട്ട് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്, ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യാറുണ്ട്, ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഇന്ന സ്ഥലത്താണ്. ആ സ്ഥലമൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ശരിക്കും പുള്ളി ആ സ്ഥലത്തുണ്ട്. ഇവരെപ്പറ്റി ഇവരിങ്ങനെ ആ ഒരു സ്ട്രേഞ്ചർ എവിടെ പോകുന്നു എന്താണെന്നൊക്കെയുള്ളത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവരുടെ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡെലൂഷൻ യാഥാർത്ഥ്യമാണ് എന്ന് പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവരതിനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ ബേസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇനി മറ്റൊരു തരം ഡെലൂഷനുണ്ട്, അതെന്ന് പറഞ്ഞാൽ ഡെലൂഷൻ ഓഫ് ഗിൽട്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേനും ആ ഒരു ഇൻഡിവിജ്വൽ വിചാരിക്കുന്നത് ഞാൻ എന്തോ വലിയൊരു അപരാധം ചെയ്തിട്ടുണ്ട്, ഞാൻ എന്തോ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും ഒരു ഡിപ്രഷൻ പോലെയൊക്കെ ഉണ്ടാവും. അതിന് എത്ര നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാലും ഇവരങ്ങനെ തന്നെ വിശ്വസിച്ചിരിക്കും, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി, ഇനി അതിൽ നിന്ന് എനിക്ക് മോചനമില്ല. അങ്ങനെ ആ ഒരു കുറ്റബോധത്താൽ ഇവരിങ്ങനെ നീറിയായിരിക്കും ജീവിക്കുന്നത്. അതാണ് ഡെലൂഷൻ ഓഫ് ഗിൽട്ട് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു തരമാണ് ഡെലൂഷൻ ഓഫ് പോവർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ അവർ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണം മൊത്തം മോഷണം പോയി, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി, എൻ്റെ അസറ്റ് മൊത്തം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് ഇവരങ്ങ് സ്ട്രോങ് ആയിട്ടങ്ങ് വിശ്വസിക്കും. എനിക്കിനി ഒന്നുമില്ല, ഞാൻ കഠിനമായൊരു ദാരിദ്ര്യത്തിലാണ്, എനിക്ക് ഭയങ്കര ഫൈനാൻഷ്യൽ ബേർഡൻ ഉണ്ട് എന്ന രീതിയിൽ ഇവർ ആ ഒരു ദാരിദ്ര്യ ദുഃഖത്തിൽ ജീവിക്കുമായിരിക്കും ചെയ്യുന്നത് എപ്പോഴും. ഇനി എത്ര ധനമുള്ളവരായാലും ഈ ഒരു ദുഃഖത്തിലായിരിക്കും ഇവർ ജീവിക്കുന്നത്. എന്തുകൊണ്ടിത് വരുന്നു എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്നാമത്തേന്ന് പറയാൻ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. ആദ്യം നമുക്ക് സെക്കൻഡറി പറയാം. സെക്കൻഡറി എന്ന് പറയുന്നത് അവരുടെ
ഫാമിലിയിൽ എപ്പോഴെങ്കിലും അവരത് വിറ്റ്നസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ലൈഫിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഇവർക്ക് ഈ ഒരു ഡെലൂഷണൽ ഡിസോർഡർ വരാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട്, ചിലപ്പോൾ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛനോ അങ്ങനെ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് അറിയാം, അല്ലെങ്കിൽ കസിൻസോ സിബ്ലിങ്സോ അങ്ങനെ ആരുടെയെങ്കിലും ലൈഫിൽ അവർക്ക് ജീവിതം നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറുടെ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് കൊണ്ടാണെന്ന് ഇവർ ചെറുപ്പത്തിലോ എന്തോ കണ്ട് ശീലിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഇവരുടെ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു സംശയരോഗം ഇവരിൽ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. സംശയരോഗം ഈ ഒരു പാർട്ട്ണർ സംശയം മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് കൂടുപാത്രത്തെ പറ്റി സംസാരിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ, ബ്ലാക്ക് മാജിക്കിനൊക്കെ വിശ്വസിക്കുന്ന ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള അവിടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന് പറയുന്ന സാധനം വരാൻ സാധ്യതയുണ്ട്. അതാണ് സെക്കൻഡറി ഡെലൂഷണൽ ഡിസോർഡറിനകത്ത് പറയുന്നത്. അവർക്ക് ലൈഫിൽ എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചർ ലൈഫിൽ ഇവർക്ക് ആ ഒരു ഡെലൂഷൻ ഡിസോർഡർ വരുന്നതിനാണ് നമ്മൾ സെക്കൻഡറി ഡെലൂഷൻ എന്ന് പറയുന്നത്. പ്രൈമറി ഡെലൂഷൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യമേ ഉണ്ടായിട്ടില്ല, അപ്പോൾ സഡൻ ആയിട്ട് ഇവർക്ക് ഒരു ഡെലൂഷണൽ ഡിസോർഡർ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അതുണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കീസോഫ്രീനിയ പോലെയുള്ള ഏതെങ്കിലും അസുഖങ്ങൾ, മാനസിക രോഗങ്ങൾ വരുന്നതിലൂടെ, സ്കീസോഫ്രീനിയയിലാണ് മെയിനായിട്ട് ഈ ഒരു ഡെലൂഷണൽ ഡിസോർഡർ കാണുന്നത്. പിന്നെ കൂടാതെ ചില ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി, സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ സ്കീസോ ടൈപ്പ് പേഴ്സണാലിറ്റിയിൽ, പാരനോയിഡ് പേഴ്സണാലിറ്റിയിലൊക്കെ നമുക്ക് ഈ ഒരു ഡെലൂഷണൽ ഡിസോർഡർ കാണാനായിട്ട് പറ്റും. ഒരേ സമയം ഒരു സിംറ്റവുമാണ് ഒരു അസുഖവുമാണ് ഈ ഡെലൂഷൻ എന്ന് പറയുന്നത്. സിംറ്റമായിട്ട് ഈ സ്കീസോഫ്രീനിയ പോലെയുള്ള മാനസിക രോഗങ്ങളിലൊക്കെ നമുക്ക് ഡെലൂഷൻ കാണാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഡെലൂഷണൽ ഡിസോർഡറായിട്ട് മാത്രവും ഇതിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഡെലൂഷണൽ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡെലൂഷൻസ്, നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പല ഡെലൂഷൻസ് ഒരു ഇൻഡിവിജ്വലിന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളതെന്ന് വെച്ചാൽ, ഈ ഡെലൂഷണൽ ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയിൽ ഇമോഷണൽ അബ്നോർമാലിറ്റീസോ അല്ലെങ്കിൽ മറ്റ് മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ സിംറ്റംസ് ഒന്നും കാണത്തില്ല. ഇവർ ബാക്കി അവരുടെ നോർമൽ ലൈഫായിരിക്കും. അവർക്ക് ഒരു ഹാലൂസിനേഷനോ അല്ലാതെ ഡിപ്രഷനോ അങ്ങനെയുള്ള സംഗതികളൊന്നും കാണത്തില്ല. പക്ഷേ ഇവർക്ക് എപ്പോഴും ഒരു സംശയമായിരിക്കും. പാർട്ട്ണറിനെ സംശയം കാണും, എന്നെപ്പറ്റി മറ്റുള്ളവർ സംസാരിക്കും എന്നുള്ളത് കൊണ്ട് അവർക്ക് സൊസൈറ്റിയിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഉപദ്രവിക്കും എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ എനിക്ക് ജോലി നഷ്ടപ്പെടും എന്നുള്ളൊരു അങ്ങനെയൊക്കെയുള്ള തോട്ട്സ് ആയിരിക്കും ഇവർക്ക് കൂടുതലായിട്ടുണ്ടാകുന്നത്. അല്ലാതെ ഇവർക്ക് ഇമോഷണലി ഇവർ സ്റ്റേബിളായിരിക്കും. അല്ലാതെ മറ്റ് മെൻ്റൽ ഹെൽത്തിൻ്റേതായ അബ്നോർമാലിറ്റിയുടെ മറ്റൊരു സിംറ്റംസും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റുന്നൊരു കണ്ടീഷനാണ് ഈ ഡെലൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരേ സമയം ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ മെഡിസിൻ കഴിക്കില്ല. പ്രത്യേകിച്ച് ഈ ഡെലൂഷനോ പെർസിക്യൂഷനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ മെഡിസിൻ കഴിക്കത്തില്ല, അവർക്ക് ആരെയും വിശ്വാസം ഇല്ലല്ലോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ബിഹേവിയറൽ തെറാപ്പി അല്ലെങ്കിൽ സൈക്കോ തെറാപ്പികൾ ഏതെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ആൻറ്റിസൈക്കോട്ടിക്സ് ഒക്കെ കൊടുത്തുകൊണ്ട് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫിലേക്ക് ഇവരെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു ഡെലൂഷനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. കുറച്ച് നമ്മൾ പ്രോപ്പറായിട്ട് അതിനെ എടുത്തില്ലെങ്കിൽ, പ്രോപ്പറായിട്ട് അതിനെ ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ വളരെ അപകടം പിടിച്ചൊരു കണ്ടീഷൻ കൂടിയാണ് ഡെലൂഷണൽ ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. Thank you.